നമ്മൾ എപ്പോഴും ഓരോ പക്ഷികളെയോ അല്ലെങ്കിൽ എന്തിനെയൊക്കെ നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയാറുണ്ടല്ലേ. ഫിനിഷ് പക്ഷി, അല്ലെങ്കിൽ കുരുവികൾ, പരുന്ത്, കാക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ പക്ഷികളെ ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയുമില്ലേ. ഇതൊക്കെ എന്തിനാണെന്നറിയാവോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ കഥകളിലൂടെ പറയുന്നത്. കാരണം നമ്മൾ താഴ്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറന്നുയരാൻ ചിറകുകൾ വേണം. നമ്മൾ ഉയർന്നു പൊക്കോണം. എല്ലാ ജീവികൾക്കും താഴ്ചയുണ്ട്, ഉയർച്ചയുമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എല്ലാത്തിലുമുണ്ട്. മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു അധപ്പതനം ഉണ്ട് ഇല്ലേ. അവിടെ നിന്നൊക്കെ അവിടെ പെട്ടുകിടക്കാതെ ഉയർന്നു പോവുക എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫിനിസ് പക്ഷിയെപ്പോലെ ഉയർന്നു പോകണമെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് മേഘങ്ങളുടെ മുകളിൽ ഉയർന്നു പൊങ്ങണം, എത്ര താഴ്ചയിൽ നിന്നാണെങ്കിലും. പരുന്തുകൾ മേഘങ്ങളെ കീറി മുറിച്ച് അതിൻ്റെ മുകളിൽ കൂടെ പറന്നു പോകും, ഏത് കൊടുങ്കാറ്റിൻ്റെ മുകളിൽ പറന്നു പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞു തരുന്ന പാഠങ്ങളാണ് ഈ ഓരോ പക്ഷികളും. കാക്കയാണെങ്കിലും സൂക്ഷിച്ചു നോക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന. കാക്കയ്ക്ക് ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കുരുവികളാണെങ്കിലും അത് ഓരോന്നിനെ ശ്രദ്ധിക്കുമ്പോഴും അതിൻ്റേതായ ഓരോ കഴിവുകളുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി നമ്മൾ കീഴേക്ക് പോകാതെ മുകളിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്. കീഴേക്ക് പോയി കിടന്ന് അവിടെ ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊരു സുഖമായിട്ട് നമ്മൾ പിടിച്ചു പോകും. എന്നെ ആരും സഹായിക്കാനില്ല, എനിക്കൊന്നിനും പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ അങ്ങനെയാണ്, മറ്റുള്ളവരെന്നെ സഹായിച്ചില്ല, വെറുതെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രയോജനവും ഇല്ല. അപ്പം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കാര്യം നോക്കി പോവുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രമാത്രം.